ചിന്നസ്വാമി സ്റ്റേഡിയത്തില് ബാംഗ്ലൂരിന്റെ ഒരു ലോക്കൽ ബോയ് ആണ് ഡൽഹിക്ക് വിജയം നേടിക്കൊടുത്തത്. അത് വേറെ ആരുമല്ല, രാഹുൽ 2.0. This is my fucking game. So sweet. യെസ്, ചാമ്പ്യൻഷിപ്പ് ട്രോഫി തൊട്ട് നമ്മൾ കാണുന്നതാണ് രാഹുലിന്റെ ഈ മാറ്റം. രാഹുല് ഇപ്പൊ അറിഞ്ഞാണ് കളിക്കുന്നത്. പണ്ടൊക്കെ KL രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ T20 സെൽഫിഷ് ആയിട്ടുള്ള കളിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്ന നമുക്കിപ്പോ KL രാഹുല് പുതിയൊരു മുഖം കാണിച്ചു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണില് അദ്ദേഹത്തെ പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെച്ച് തെറിവിളിച്ച് ഓടിച്ചു വിട്ട ടീമിന് ഇപ്പൊ ചെറിയ വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെ പോയ ഇന്ത്യൻ ടീമിന് ഒരു അസറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ. കാരണം ഏത് ഷോട്ടുകളും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് രാഹുൽ. അതുപോലെ തന്നെ ബാറ്റിംഗ് ടെക്നിക്സിലെ മികവ് കൂടാതെ അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇറക്കി വിടാം. ഓപ്പണർ ആയിട്ടോ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ടോ അതുമല്ലെങ്കിൽ ഫിനിഷർ ആയിട്ടോ എവിടെയാണെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ബാറ്റ്സ്മാൻ. റെയർ ടാലന്റ് ഇൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ്. This is my fucking game. So sweet. തേർഡ് ഓവർ എറിയാമെന്ന മിച്ചൽ സ്റ്റാർക്കിനെ സോൾട്ട് അടിച്ചു കൂട്ടിയത് 30 റൺസാണ്. അതോടുകൂടി 4 ഓവർ കഴിഞ്ഞപ്പോ അവരുടെ സ്കോർ 60 കഴിഞ്ഞു. മാച്ചിൽ ഒരു പോയിന്റിൽ വന്നപ്പോ 80-1 എന്നുള്ള നിലയിൽ നിന്ന ടീം 90 റൺസിന് 4 വിക്കറ്റ് എന്നുള്ള നിലയിൽ അധംപതിക്കുന്നതാണ്. കോഹ്ലി ഉണ്ടാക്കി വെച്ച ഒരു റൺഔട്ട് അതാണ് ടീമിന് ടേണിംഗ് പോയിന്റ് ആയത്. മിച്ചൽ സ്റ്റാർക്കിനെ ഒരു ഓവറിൽ 30 അടിച്ചു നിൽക്കുന്ന സോൾട്ടിനെ മുകേഷ് കുമാറിന്റെ ഓവറിൽ കോഹ്ലി ഉണ്ടാക്കി കൊടുത്ത കൺഫ്യൂഷനിൽ റൺഔട്ട് ആകുമ്പോ ടീം മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുകയായിരുന്നു. പവർ പ്ലേ മുഴുവനും സോൾട്ടിന് ബാറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും RCB വിജയം കൊണ്ടുവന്നേനെ. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹിക്കും ഏർലി വിക്കറ്റുകൾ നഷ്ടമായി. ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി രാഹുൽ അവിടെ ആങ്കറിംഗിനായി നിന്നു. ഒരു പോയിന്റില് 29 ബോളില് 29 റൺസ് ആയിരുന്നു KL രാഹുലിന്റെ സ്കോർ. അദ്ദേഹം പിന്നെ മാച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ 53 ബോളില് 93 റൺസ് നോട്ട് ഔട്ട്. ഫേസ് ചെയ്ത അടുത്ത 23 ബോളില് 60ഓളം റൺസ് ആണ് അടിച്ചു വാരി കൂട്ടിയത്. അതില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയത് ഹേസൽവുഡിനാണ്. 22ഓളം റൺസ് ഒറ്റ ഓവറിൽ ഹേസൽവുഡ് രാഹുലിന്റെ ബാറ്റിന് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ ഡൽഹിയുടെ 4ാമത്തെ വിക്ടറി കുറിച്ചു. ഈ സീസണിൽ 4 കളി കളിച്ചപ്പോൾ 4 കളിയും ജയിച്ച് അൺബീറ്റൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ അത് ഡൽഹിയാണ്.